ചോക്ലേറ്റുകൾ വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നാണല്ലോ നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. നമ്മുടെ നാട്ടിലുള്ള ഈ സഹോദരങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പേരിലാണ്. തൊടുപുഴ ഏഴുമുട്ടം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണിത്. ഇവിടെ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിച്ച് ഇവർ യൂറോപ്പിൽ വരെ ആരാധകരെ സൃഷ്ടിച്ചിരിക്കുന്നു. റാക്കോഡെല്ല എന്ന ബ്രാൻഡിന്റെ സാരഥികളാണ് അടപ്പൂർ വീട്ടിൽ കുരിയച്ചനും ഔസേപ്പച്ചനും. ഞങ്ങൾ റാക്കോഡെല്ല ചോക്ലേറ്റ്സിന്റെ കോ ഫൗണ്ടേഴ്സ് ആണ്. ഞങ്ങൾ ബ്രദേഴ്സ് ആണ്. ഇപ്പോ അറൌണ്ട് ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അറൌണ്ട് ക്ലോസ്ലി 5 years. സോ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2021 കോവിഡ് ടൈമിലായിരുന്നു. കോവിഡ് ടൈം ആകുമ്പോൾ കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു ഫോർ ദ മാർക്കറ്റിംഗ് എല്ലാം. അറൌണ്ട് 1 or 2 years എടുത്തു ഇതൊന്ന് ഒരു ട്രാക്കിലെത്താനും ആൻഡ് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലെത്താൻ ഒരു അറൌണ്ട് 4 years എടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ ഞങ്ങള് ഇൻ ടോട്ടൽ 3 to 3.5 tons of chocolate in a month പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് 20 kg in a month. അപ്പോൾ 20 kg 4.5 ടൺസിലേക്ക് എത്തി. 3.5 ടൺസിലേക്ക് എത്തിക്കാൻ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്നുള്ള പ്രാർത്ഥനയും പപ്പയുടെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ എല്ലാം ഫലമാണ് ഇത്രയും ഒരു ഹൈക്കിലെത്താനുള്ള കാരണം. ചോക്ലേറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഒരു ആക്ച്വലി ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ കപ്പിൾസ് ഉണ്ട്. അവർ ഇറ്റലിയിൽ നിന്ന് വന്ന് തൊടുപുഴ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നെയ്ബേഴ്സ് ആണ്. ആക്ച്വലി ഞങ്ങളുടെ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന രണ്ട് കപ്പിൾസ് ആണ് അവർ. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ ഇവരെ കാണുന്നത് ഞങ്ങൾ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവര് ഇടുക്കി റീജിയനിൽ നിന്ന് കൊക്കോ എടുത്ത് 90% അറൌണ്ട് മാങ്കുവ തേക്കും തണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് കൊക്കോ സിംഗിൾ ഒറിജിൻ ആയിട്ട് എടുത്ത് കംപ്ലീറ്റ് യൂറോപ്പ് അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബീൻസ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു ഇത് ബീൻസ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. ബേസിക്കലി മുംബൈയിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു ഗ്രോത്ത് തുടങ്ങിയത്. മുംബൈയിൽ ഒരുപാട് ബേക്കേഴ്സ് നമ്മുടെ ചോക്ലേറ്റ് എടുത്ത് ബേക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ഇവിടുന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബീൻസ് ആണ് ചോക്ലേറ്റിന്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ബീൻസ് മാത്രം സോഴ്സ് ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ് പ്രൊഡക്ഷനിൽ പോകുന്നത്. ഇത് 95% യൂറോപ്പ് അമേരിക്കയ്ക്ക് മാത്രം എക്സ്പോർട്ട് പോകുന്ന ബീൻസ് വെച്ച് മാത്രമാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇടുക്കി സിംഗിൾ ഒറിജിൻ ബീൻസ് മാത്രമാണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നത്. നിരവധി പഠനങ്ങൾക്ക് ശേഷം ഉൽപ്പാദിപ്പിച്ച ചോക്ലേറ്റ് വിൽക്കാനാകാതെ ഒരു വർഷം ഈ സഹോദരങ്ങൾ ബുദ്ധിമുട്ടി. എന്നാൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് 4 വർഷം കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി കസ്റ്റമേഴ്സ് ഇവരെ തേടിയെത്തി. ഇന്ന് പ്രതിമാസം വിൽക്കുന്നത് 3 ടൺ ചോക്ലേറ്റ് ആണ്. ഈവൻ 150 kg ഞങ്ങൾ ടാക്കിൾ ചെയ്തു. അഗൈൻ അതിന്റെ പുറകില് ഞങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഫാക്ടറാണ്. ഞങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതലല്ല, 100% ഷുവർ അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കാരണമാണ് ഞങ്ങൾക്ക് അത്രയും സെയില്. 20 kg 150 kg എത്തിയത്. അങ്ങനെ 150 എത്തി. ലേറ്റർ ഓൺ ഞങ്ങൾ റിയലൈസ് ചെയ്തു ഇത് ഞങ്ങളുടെ കഴിവല്ല, ദൈവാനുഗ്രഹം മാത്രമാണ്. പല കാര്യങ്ങളും ഞങ്ങൾ വിട്ടുകൊടുക്കുകയും പല കാര്യങ്ങളും ഞങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും ഹൈക്ക് ഉണ്ടായത്. ആ ഒരു ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ വന്നപ്പോഴത്തേക്കും 20 kg ഒരു ടൺ ഓർ 2 ടൺ പ്രൊഡക്ഷൻ ഇന്ന മന്ത് എന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ലായിരുന്നു. റൈറ്റ് നാവ് നമ്മളിപ്പോൾ അറൗണ്ട് നമുക്ക്
ഒരുപാട് നല്ല പ്രീമിയം ക്ലയൻസ് ഉണ്ട്. അതുപോലെ തന്നെ അറൗണ്ട് മന്ത്ലി 2-3 ടൺസ് ഇപ്പോൾ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അറൗണ്ട് വിത്തിൻ 6 months വി കുഡ് ഡു അറൗണ്ട് 10 to 20 ടൺസ് ഇൻ എ മന്ത് എന്നുള്ളതിൽ ഞങ്ങളിപ്പോൾ പ്രിറ്റി മച്ച് കോൺഫിഡൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് ഈ ബീൻസ് നമ്മൾ മൈൽഡ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ഓവർ റോസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് പ്രൊഫൈൽ എല്ലാം പോകും. അതുകൊണ്ട് നമ്മൾ ഈ ബീൻസിന് തന്നെ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് പ്രൊഫൈൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ വളരെ മൈൽഡ് ചെറുതായിട്ടാണ് റോസ്റ്റ് ചെയ്യുള്ളൂ. അറൗണ്ട് ഒരു 120 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ്. അതാണ് നമ്മുടെ റോസ്റ്റിംഗ് ടെമ്പറേച്ചർ. ഈ ചേമ്പറിൽ കിടന്നത് റോസ്റ്റ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും ഓവർ റോസ്റ്റ് ആവാണ്ടിരിക്കാൻ അതിനെ പുറത്ത് അടിച്ചിട്ട് പെട്ടെന്ന് തണുപ്പിക്കും. ഈ തണുപ്പിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ. ഇതിൻ്റെ അകത്ത് 120 ഡിഗ്രിയിൽ ബീൻസിനെ റോസ്റ്റ് ചെയ്യും. ബീൻസിൻ്റെ ടേസ്റ്റ് പ്രൊഫൈൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അത്രയാണ് ഇവിടുത്തെ പ്രോസസ്സ്. അവിടുന്ന് നമ്മൾ റോസ്റ്റഡ് ബീൻസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിനെ ക്രാക്ക് ചെയ്യും. അതിൻ്റെ ഷെല്ലും ഇൻസൈഡ് നിപ്സും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ജസ്റ്റ് ഇങ്ങനെ ക്രാക്ക് ചെയ്യും. അതിന് നമുക്കൊരു ക്രാക്കറുണ്ട്. ക്രാക്കറിൽ നിന്ന് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ മെഷീനിൽ ലോഡ് ചെയ്യും നിപ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഹസ്കും. സോ ഇതിൻ്റെ ഒരു വാക്വം മെക്കാനിസം വെച്ച് ഇതിൻ്റെ ഹസ്ക് ഒരു സൈഡിലേക്ക് പോവും. അതുപോലെ നല്ല പോർഷൻ ആയിട്ടുള്ള നിപ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോസസ്സിങ് പോകുന്നത് ഈ നിപ്സ്. അഗെയിൻ ഇങ്ങോട്ട് പോകുന്ന ഹസ്ക് വേസ്റ്റേജിൽ കുറച്ച് റെസ്യൂഡിയൽ നിപ്സും കാണും. ആ നിപ്സ് എടുക്കാൻ വേണ്ടി, നിപ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല പോർഷൻ. സോ ഈ വേസ്റ്റിലേക്കും കുറച്ച് നിപ്സ് പോകും ഈ വാക്വം സക്കിങ്. ഇതെടുക്കാൻ വേണ്ടി നമ്മൾ ഈ പഴയ കാലത്ത് ചെയ്യുന്ന ഒരു പാറ്റൽ പരിപാടിയാണ്. പാറ്റുന്ന ടെക്നിക്ക് വെച്ച് ഇവിടെ ഇവര് അത് അവസാനം പാറ്റിയും എടുക്കും. അവിടുന്ന് ഹസ്ക് റിമൂവ് ചെയ്ത നിപ്സ് ഇവിടെ കൊണ്ടുവരും. പെർ ഡേ നമ്മൾ ഏകദേശം ഒരു 200-300 kg ഇതുപോലെ നിപ്സ് ആക്കും. ഇങ്ങനെ നിപ്സ് ആക്കിയത് ഇതിന് കൊഞ്ചിങ് ആൻഡ് റിഫൈനിങ് എന്ന് പറയും. ഈ ചേർണലിലിട്ട് അതിനെ ലിക്വിഡ്ഫൈ ചെയ്യിപ്പിക്കും. ലിക്വിഡ്ഫൈ ആവാൻ കാരണം ഇതിൻ്റെ അകത്ത് ബട്ടർ കണ്ടന്റ് ഉണ്ട്. ഇതിൻ്റെ ബട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യണ വഴി ലിക്വിഡ്ഫൈ ആവും. ഒരു 20-24 hours കൊണ്ട് ഇത് പ്യുവർ ലിക്വിഡ് ഫോം ആവും. വീണ്ടും നമ്മൾ അറൗണ്ട് ലിക്വിഡ് ഫോം ആയാൽ മാത്രം പോരാ, ഇതിനെ അറൗണ്ട് 3 days കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യണം. ഇനീഷ്യൽ 24 hour ഇതിനെ ലിക്വിഡ്ഫൈ ചെയ്യിപ്പിക്കാൻ. പിന്നീട് ഒരു 24 hour ഇതിനെ കൊഞ്ചിങ് എന്ന് പറയും. അതായത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അൺവാണ്ടഡ് മോർട്ടാലിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോം ഔട്ട് ചെയ്ത് കളയാൻ വീണ്ടും ഒരു 24 hour. പിന്നെ കണ്ടിന്യൂസ്ലി ടേക്കിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എയർ കൊഞ്ചിങ്, അതിനും ഒരു 20-24 hour. ഓൾ ടുഗദർ ഒരു 3 ദിവസം ഈ ചേർണറിൽ നിപ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ മീൻ വൈൽ നമ്മൾ ഇപ്പോൾ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ്, ഇപ്പോൾ 80% ആണെങ്കിൽ വി വിൽ ആഡ് അഡീഷണൽ 20% ഷുഗർ. അതുപോലെ 70 ആണെങ്കിൽ അഡീഷണൽ 30% ഷുഗർ. അതുപോലെ ചില പെർസെൻറ്റേജിൽ ഞങ്ങൾ കൊക്കോ ബട്ടർ തന്നെ അഡീഷണൽ ആഡ് ചെയ്യും. അതെല്ലാം ആഫ്റ്റർ 24 hours കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. മാത്രം വേണ്ട. ഈ മെഷീനിൽ ഓൾമോസ്റ്റ് കൊഞ്ചിങ് റിഫൈനിങ് എല്ലാം കഴിഞ്ഞ് അറൗണ്ട് 3 days കണ്ടിന്യൂസ്ലി ചേൺ ആയതാണ്. സോ ഇത് ഫൈനൽ ഔട്ട്പുട്ട്.
സോ ഫൈനൽ ഔട്ട്പുട്ട് ഇത്രയും ചോക്ലേറ്റ് ഇതുപോലെ സ്മൂത്ത് ആയിട്ടിരിക്കും. ഇവിടുന്ന് ചോക്ലേറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സിങ്, ടെമ്പറിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിലേക്ക് ഇനി നെക്സ്റ്റ് പോകും. ഇത് 80-85 hours കണ്ടിന്യൂസ് ഉണ്ടായ ചോക്ലേറ്റ്. അതിപ്പം അതിന്റെ സ്റ്റോൺസിലെ ആ സ്മൂത്ത്നെസ് കണ്ടോ. സോ അവിടുന്ന് ചേൺ ചെയ്തെടുക്കുന്ന ചോക്ലേറ്റ് അറൌണ്ട് 80-85 hours ചേൺ ചെയ്ത് കൊഞ്ചിങ്, റിഫൈനിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു ബാച്ച് അറൌണ്ട് 300 kg ഇൻ 3 days ഇവിടെ എത്തും. ഈ പ്രോസസ്സിംഗ് റൂമിലേക്ക് എത്തും, ഫൈനൽ പ്രോസസ്സിംഗ് റൂമിലേക്ക് എത്തും. സോ ഈ ഫൈനൽ പ്രോസസ്സിംഗ് റൂമിലേക്ക് എത്തുന്ന ചോക്ലേറ്റ് നമ്മളിങ്ങനെ ട്രേസിൽ കീപ്പ് ചെയ്യും. ഇത് വൈൻ പോലെ ഏജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല ഇത് ഏജ് ചെയ്യാൻ പറ്റാൻ. അപ് ടു 2 years നമുക്ക് ഈ സെമി പ്രോസസ്ഡ് ചോക്ലേറ്റ് ഏജ് ചെയ്യാൻ വെക്കാൻ പറ്റും. ഏജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് പ്രൊഫൈൽ വളരെ നന്നായിട്ട് എൻറിച്ച് ചെയ്യും, നന്നായിട്ട് കൂടും. സോ അവിടുന്ന് ഇപ്പൊ നമ്മൾ ചേണേഴ്സിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് വെക്കുമ്പോൾ ചോക്ലേറ്റിന്റെ അകത്ത് ഒരു 6 type ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ 6 type ക്രിസ്റ്റൽസിന്റെ ബേസിക് 2 ക്രിസ്റ്റൽ കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും. അപ്പോൾ ഈ ക്രിസ്റ്റൽസ് നമ്മൾ അപ്പം ഈ ട്രേസിൽ ഐഡിയലായിട്ട് വെക്കുമ്പോൾ ഈ ക്രിസ്റ്റൽസ് എല്ലാം പല വഴിക്ക് പോയി കിടക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊക്കോ ബട്ടർ ഒരു സൈഡിൽ സെറ്റിൽ ഡൗൺ ചെയ്യും, കൊക്കോ സോളിഡ്സ് വേറെ സൈഡിൽ സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ എല്ലാ ക്രിസ്റ്റൽസും പല വഴിക്ക് പോയി കിടക്കും. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ചേർണറിൽ നിന്ന് എടുത്ത് മോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചേർണറിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ ക്രിസ്റ്റൽസിനെ എല്ലാം അലൈൻ ചെയ്യും. ഇപ്പൊ ഈ ചോക്ലേറ്റ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് യൂണിഫോം അല്ല. ഇതിന്റെ കളറ് തന്നെ കാണുമ്പോൾ ഇത് യൂണിഫോം അല്ല. ചില സൈഡിൽ ലൈറ്റ് വൈറ്റിഷ് കളർ കാണാൻ പറ്റും. ആ വൈറ്റിഷ് കളർ കൊക്കോ ബട്ടർ ബ്ലൂം അല്ലെ കൊക്കോ ബട്ടറിന്റെ ക്രിസ്റ്റൽസ് ഒരു സൈഡിൽ പോയി കിടക്കണം. അതുപോലെ ലൈറ്റ് ബ്രൗൺ അത് വേറെ ടൈപ്പ് ക്രിസ്റ്റൽ വേറെ വഴിക്ക് പോയി കിടക്കും. അതുപോലെ 6 type ക്രിസ്റ്റൽസ് ഉണ്ട്. ആ 6 ക്രിസ്റ്റലും 6 സൈഡിൽ 6 ലെയർ ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും ഡയറക്ട്ലി ചേണേഴ്സിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിനെ അലൈൻ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റും പെർഫെക്റ്റ് മൗത്ത് ഫീലും കിട്ടണമെങ്കിൽ ഈ 6 ക്രിസ്റ്റലിനെ ഒരുമിച്ച് അലൈൻ ചെയ്യണം. ബട്ട് അതിന്റെ കൺസ്ട്രെയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ 6 ടൈപ്പ് ചോക്ലേറ്റ് ക്രിസ്റ്റലിനും 6 ടൈപ്പ് ഓഫ് മെൽറ്റിംഗ് പോയിന്റും 6 ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് പോയിന്റും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇത് യൂണിഫോം ആവുള്ളൂ. അതിന് നമ്മൾ ഇതാണ് ടെമ്പറിങ് പ്രോസസ്. ഈ ടെമ്പറിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ മെഷീനിൽ ഇത് ഏജ് ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് നമ്മളെടുത്ത് ഈ ബൗളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ബൗൾ അത് 45 ഡിഗ്രിയിൽ ഹീറ്റപ്പ് ചെയ്യും. അറ്റ് 45 ഡിഗ്രിയിൽ മാത്രമാണ് എല്ലാ ക്രിസ്റ്റൽസും ഇവൻ ആയിട്ട് ലിക്വിഡ്ഫൈ ആവുള്ളൂ. സപ്പോസ് നമ്മൾ ഇത് തന്നെ 45 നിന്ന് 46 എത്തിച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ബേൺ ആവും. അതുപോലെ 45 നിന്ന് 44 ആക്കിയാൽ ഒരു ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ഹീറ്റപ്പ് ആവില്ല. അപ്പോൾ ഓൺലി അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ് ഓൾ ദ ക്രിസ്റ്റൽസ് വിൽ ഈവൻലി ഹീറ്റഡ് ആവും. അപ്പൊ നമ്മൾ ഇതിനെ 45-ൽ ഹീറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ ബൗളിൽ 45-ൽ ഹീറ്റ് ചെയ്യും. അതിനെ പെട്ടെന്ന് സഡൻലി 31.5-ലേക്ക് തണുപ്പിക്കും. അതായത് ഈ ബൗളിൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇത് സർക്കുലേറ്റ് ചെയ്ത് ഈ സ്പ്രൗട്ടിൽ കൂടെ ചാടുമ്പോൾ അത് 31.5 ആയിരിക്കും. വീണ്ടും തിരിച്ചത് ചാടുമ്പോൾ 45. സോ സഡൻലി ഇതിനെ 31.5-ലേക്ക് കൂളപ്പ് ചെയ്യുമ്പോൾ എല്ലാ ക്രിസ്റ്റൽസും ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇത് പോളികാർബണേറ്റ് മോൾഡ് ആണ്. ഇതിലാണ് നമ്മൾ എന്നിട്ട് വൺസ് ടെമ്പേർഡ് ചോക്ലേറ്റ് ഇതിൽ ഡോസ് ചെയ്യും. സോ ഇത് ബേസിക്കലി സെയിം ചോക്ലേറ്റ് ആണ്.
സെയിം ചോക്ലേറ്റിൽ ഇവിടെ കാണുമ്പോൾ ഇവിടെ നമുക്ക് ക്രിസ്റ്റൽ ഫോർമേഷൻ കാണാം. വൺസ് ഇത് ടെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഈവൻ ഇൻ കളർ, ഈവൻ ഇൻ ഷേപ്പ്. ക്രിസ്റ്റൽസ് എല്ലാം ഈവൻ ആയിട്ട് അലൈൻ ചെയ്തു. അതാണ് ഈ കളർ ഡിഫറൻസ്. ഇതിന് 20 മിനിറ്റ്സ്, അറൌണ്ട് 20-25 മിനിറ്റ്സ് നമ്മൾ ചില്ല് ചെയ്യാൻ വെച്ചാൽ വിൽ ബി റെഡി ഫോർ. ടെമ്പേർഡ് ചോക്ലേറ്റ് ടെമ്പർ ചെയ്തെടുത്ത് ഒരു 20-25 മിനിറ്റ്സ് ചില്ല് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിമോൾഡ് ചെയ്യാറാവും. നല്ല സോളിഡ് ഫോമിലാവും. ഇതിപ്പോൾ അറൌണ്ട് 20-25 മിനിറ്റ്സ് ആയതാണ്. ഇതിന് അൺലോഡ് ചെയ്ത് ഡിമോൾഡ് ചെയ്യുക. മോൾഡിൽ നിന്ന് സ്മൂത്ത് ആയിട്ട് വിട്ടു വരും ടെമ്പേർഡ് ചോക്ലേറ്റ് ആണെങ്കിൽ. ഇതിപ്പോൾ ടെമ്പേർഡ് അല്ലെങ്കിൽ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് വിട്ടൊന്നും വരത്തില്ല. അതുപോലെ മോൾഡിലാണെങ്കിലും സ്റ്റെയിൻസ് ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് ഈസിലി അത് ഡിമോൾഡ് ആയി വരും ടെമ്പേർഡ് ആണ്. എല്ലാ ക്രിസ്റ്റൽസും യൂണിഫോം ആയതുകൊണ്ടാണ് ഈസിലി ഡിമോൾഡ് ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇത് റെഡി ടു കൺസംഷൻ ബാറാണ്. റെഡി ടു കൺസംഷൻ ബാറാണ് നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്ത്. നമുക്ക് ടോട്ടൽ ഇൻ ആൻഡ് അറൌണ്ട് ഒരു 30-35 SKU ഉണ്ട്. അതിൽ അറൌണ്ട് 10-15 SKU ഇങ്ങനെ റെഡി ടു കൺസംഷൻ ബാറായിട്ട് ഹേസൽനട്ട് ടോപ്പിംഗ് വരുന്നത്, പീനട്ട് ടോപ്പിംഗ് വരുന്നത് വിത്ത് ജിഞ്ചർ, സീ സോൾട്ട്, അങ്ങനെ ഒരു അറൌണ്ട് 15 വേരിയേഷൻ SKU ഇൻ റെഡി ടു കൺസംഷൻ ബാർ. പിന്നെ നമുക്ക് വരുന്നത് ബേക്കിംഗ് സെഗ്മെന്റിലേക്ക് പോകുന്ന ക്രൂവേച്ചർ ചോക്ലേറ്റ്. ആക്ച്വലി ദ സെയിം തിങ് പാക്ഡ് ഇൻ ബിഗർ ബാഗ്സ്. അതാണ് നമ്മുടെ മേജർ ബിസിനസ്. നമ്മൾ അറൌണ്ട് മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഗോർമേ ബേക്കേഴ്സിന് ആസ് എ റോ മെറ്റീരിയൽ ഫോർ ദ ബേക്കിംഗ് അങ്ങനെ ചോക്ലേറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ മേജർ ബിസിനസ്. അത് അറൌണ്ട് ഇൻ എ മന്ത് നമ്മളൊരു 2 ടൺ മന്ത്ലി അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്. അവരുടെ ആ ക്രൂവേച്ചർ ചോക്ലേറ്റ്സിന്റെ SKU എന്ന് പറഞ്ഞാൽ അതായത് ഇൻ ഡിഫറെന്റ് പെർസെൻറ്റേജ് 55, 63, 70, 80, 90, 100% ചോക്ലേറ്റ് വരെ അങ്ങനെ ഡിഫറെന്റ് പെർസെൻറ്റേജിൽ പല ബേക്കേഴ്സും എടുക്കാറുണ്ട്. അത് നമ്മുടെ ബേക്കിംഗ് സെഗ്മെന്റിലേക്ക് എല്ലാം പോകുന്നത് ഇങ്ങനെയായിരിക്കും. 5 kg ബാഗ്സ് ആയിട്ട് അറൌണ്ട് 30-40+ ക്ലയൻസ് ഉണ്ട് മുംബൈ, ബാംഗ്ലൂരൊക്കെ. അവരുടെ ബേക്കിംഗ് ആവശ്യങ്ങൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ 5 kg ബാഗ്സിലാണ് പോകുന്നത്. ഇത് ഇങ്ങനെ ഇൻ ഡിഫറെന്റ് പെർസെൻറ്റേജ് ഇങ്ങനെ 63, 70, 80, 90 and 100% ബേക്കിംഗ് സെഗ്മെന്റിലേക്ക് പോകുന്ന ബാഗ്സ് ആണ് ഇത്. പിന്നെ ഇതിന്റെ റോഫോ അതിന്റെ ബാർസ് ആക്ച്വലി എങ്ങനെയായിരിക്കും, കുറച്ചുകൂടെ ബിഗർ ബാർസ് ആയിരിക്കും. ഇന്ത്യയിൽ വിപണിയില്ലാത്ത പ്രീമിയം ചോക്ലേറ്റിന് വിപണി ഉണ്ടാക്കിയെടുത്ത് സംരംഭകരായ ഈ സഹോദരങ്ങൾ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കുതിക്കുകയാണ്.